ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ ആദ്യത്തെ പാഠമാണ് മഴയോ മഴ എന്നാണ് കേട്ടോ. ഈ പാഠത്തിന്റെ പേര്. ഇത് മഴയെ കുറിച്ചുള്ള ചെറിയൊരു കവിതയാണ്. നിങ്ങൾക്ക് പാടി രസിക്കാനുള്ള ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ ഈ പാട്ടും ഇതിലെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, അതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു നോക്കുന്നത്. അപ്പൊ നമുക്ക് പാഠം തുടങ്ങുന്ന സമയത്ത് കുറേ മക്കൾ ഇവിടെ, നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മക്കൾ ഇവിടെ മഴയത്ത് കളിക്കുന്നതായിട്ട് കാണാം അല്ലേ? അവർ കുട പിടിച്ചിട്ടുണ്ടോ? ഇല്ല, അവർ കുട ചൂടിയിട്ടില്ല. മഴയത്ത് മഴ നനഞ്ഞ് അവർ കളിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ കളിക്കാറുണ്ടോ മക്കളെ? മഴയോ മഴ, മഴ മഴ പെയ്യണ്, പുഴ പുഴ നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്, മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. ഒന്നുകൂടെ നോക്കാം. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്. എന്താ പറഞ്ഞിട്ടുള്ളത്? മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നതിനനുസരിച്ച് പുഴ നിറയുന്നുണ്ട്. ആ പെയ്യുന്ന മഴയത്ത് മഴ നനഞ്ഞ് കുടയില്ലാത്ത കുട്ടികൾ കളിക്കുകയാണ് അല്ലേ? മഴ കുടയില്ലാത്ത കുട്ടികൾ ആ മഴയത്ത് നനയുന്നുണ്ട്. മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? മഞ്ഞ് പെയ്യുന്നുണ്ട്, മഞ്ഞ് വീഴുന്ന കണ്ടിട്ടില്ലേ മക്കളെ? മഞ്ഞ് പെയ്യുന്നുണ്ട്, മണ്ണ് കുളിരുന്നുണ്ട്. മഞ്ഞുണ്ടാവുമ്പോൾ നമുക്കറിയാം തണുപ്പായിരിക്കും അല്ലേ? അപ്പൊ മണ്ണിനെ കുളിർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞ് പെയ്തിട്ട് മണ്ണ് തണുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭൂമി തണുക്കുന്നുണ്ട്. ആ മഞ്ഞത്ത് പുതപ്പില്ലാത്ത കുട്ടികള് മഞ്ഞത്ത് തണുത്ത് കിടക്കുന്നു എന്നാണല്ലേ പറയുന്നത്. ഇനി ഈ പാട്ട് നല്ലൊരു ഈണത്തിൽ നിങ്ങൾ ടീച്ചർക്ക് പാടിക്കൊടുക്കണേ. ഇൻഡിവിജ്വൽ ആയിട്ടോ ഗ്രൂപ്പായിട്ടോ നിങ്ങൾക്ക് പാടിക്കൊടുക്കാം. നല്ലൊരു താളം കണ്ടെത്തുക, ഈണം കണ്ടെത്തുക, അതിനനുസരിച്ച് ചൊല്ലി കേൾപ്പിക്കുക. ഇനി ഇതിൽ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. കുട വരയ്ക്കാം. നിങ്ങൾ ഇവിടെ കുട്ടികൾക്ക് കുട വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്ക് മഴയത്ത് അവർ കുടയില്ലാത്ത കളിക്കുകയാണ്. ആ കുട്ടികൾക്ക് ഓരോ കുട വരച്ചു കൊടുത്തേ. ഉത്തരം കണ്ടെത്താം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഒരു കടങ്കഥയാണ് തന്നിട്ടുള്ളത്. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഉത്തരം എന്താണ്? കുടയാണ് കേട്ടോ. ഉത്തരം കുടയുടെ കാലിൽ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ തോളിലല്ലേ കുട വയ്ക്കുന്നത്? അതാണ് പറഞ്ഞിട്ടുള്ളത്. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം. നമുക്കിനി കുടയെ കുറിച്ച് കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതി നോക്കാം. നോക്കിക്കേ. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി, കാലൊന്നേയുള്ളൂ യാത്രയേറെ നടത്തും. അടുത്തത്, എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട്. മഴയത്തും വെയിലത്തും ആശ്വാസമേകും ആളുകറുമ്പൻ വാലുവളമ്പൻ. കാലു പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ. കുതിരകൾ 2 ആളുകൾ എടുത്തോണ്ട് നടക്കണം. ഒറ്റക്കാല തൊരപ്പത്തലയന് ഓടാക്കുതിരകൾ 2. ഇതെല്ലാം കുടയെ കുറിച്ചുള്ള കടങ്കഥകളാണ്. പറയുമ്പോൾ മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാം, പരീക്ഷണം ചെയ്യാം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ടോ കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? നിങ്ങളും ഈ പരീക്ഷണം ചെയ്തു നോക്കുക. പരീക്ഷണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ സാധിക്കും മക്കളെ? പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ് സുഷിരത്തിൽ നിന്ന് കൈയെടുക്കുമ്പോൾ മഴ പെയ്യുന്നതായിട്ട് കാണാം. അതായത് കുപ്പിയിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നതായി കാണാം. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സുഷിരം അടയ്ക്കുമ്പോൾ മഴ പെയ്യുന്നില്ല, വെള്ളം കുപ്പിയിൽ നിന്നും താഴേക്ക് വീഴുന്നില്ല. പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാമാണ് മക്കളെ? ഒരു പ്ലാസ്റ്റിക് കുപ്പി, ഒരു ബക്കറ്റിൽ വെള്ളം, പിന്നെ പ്ലാസ്റ്റിക് കുപ്പിക്ക് സുഷിരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചെറിയ ആണികൾ. ഇന്നലെ പെയ്ത മഴ, അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുൻപ് ആകാശമാകെ ഇരുണ്ടു.
ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചുപോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. പക്ഷെ എന്തു ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. ഇവിടെ ഇന്നലെ പെയ്ത മഴ എന്ന ഒരു ചെറിയ നറേഷനാണ് കേട്ടോ തന്നിട്ടുള്ളത്. നമുക്കിതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ആദ്യത്തെ പ്രവർത്തനം മക്കളോട് അഭിനയിച്ച് കാണിക്കാനാണ് പറയണത്. എന്താണ്? വിറവിറയണ്. അതായത് മഴയത്ത് തണുത്ത് വിറയ്ക്കുന്നതിനെയാണല്ലേ പറയുന്നത്. അപ്പൊ എങ്ങനെയാ മക്കളെ മഴയത്ത് തണുത്ത് വിറയ്ക്ക? അതൊന്ന് അഭിനയിച്ച് കാണിച്ചേ. രണ്ടാമത്തത് നനയണ്. മഴയത്ത് നനയുന്നതിനെയാണ് പറയുന്നത്. പിന്നെയോ മൂന്നാമത്തേത് കുളിര് കോരണ്. മഴയത്ത് തണുത്ത ശരീരം തണുത്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ കുളിര് കോരണ് എന്ന് പറയുന്നത്. അപ്പൊ തണുപ്പടിക്കുന്നതിനെയാണ് കുളിര് കോരണ് എന്ന് പറയുന്നത്. അതും അഭിനയിച്ച് കാണിക്കുക. പിന്നെ താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഞാനും മഴയും മഴ അനുഭവം എഴുതാം. നിങ്ങൾക്കുണ്ടായിട്ടുള്ള നല്ലൊരു മഴ അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു മഴയനുഭവം ഉണ്ടായി. സ്കൂൾ തുറന്ന ആദ്യത്തെ ദിവസമായിരുന്നു അത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോവാൻ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിലായതുകൊണ്ട് തന്നെ ഞാൻ കുടയെടുത്തില്ല. എന്നാൽ സ്കൂളിൽ ചെന്നിറങ്ങിയതും പെരുമഴ പെയ്തു. സ്കൂൾ മുറ്റത്തു നിന്നും എൻ്റെ ക്ലാസ് മുറിയിലേക്ക് കുറച്ചു ദൂരം നടക്കാനുണ്ടായിരുന്നു. എനിക്കതറിയില്ലായിരുന്നു. കുടയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആകെ നനഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നനഞ്ഞു കുളിച്ചാണ് ക്ലാസ്സിലേക്ക് കയറിയത്. ഇതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു മഴ അനുഭവമാണ്. ഇതുപോലെ മക്കൾക്ക് ഉണ്ടായിട്ടുള്ള നല്ലൊരു മഴ അനുഭവം നിങ്ങൾക്കിവിടെ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. മഴച്ചൊല്ലുകൾ കണ്ടെത്താം. അടുത്തതായി നമ്മോട് മഴയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. മഴയില്ലേൽ പുഴയുമില്ല. 2. മഴയില്ലെങ്കിൽ വഴി പെരുവഴി. 3. മഴക്കൊമ്പ് പുഴക്കാമ്പ്. മഴ പൊഴിഞ്ഞില്ലേൽ പുഴ കുഴിയും. മഴ താഴോട്ടില്ലേൽ പുഴ കിഴക്കോട്ട്. മേലാറു കനിഞ്ഞാലേ കീഴാറ് കവിയൂ. 1000 വേനലിന് അരമഴ. ഇടവത്തിൽ ഇടിവെട്ടും മിഥുനത്തിൽ അടിതട്ടും. ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം. ഇടവത്തിൽ പാതി വർഷം. അശ്വതിയിൽ ചന്നം ഭിന്നം ഭരണിയിൽ ഭിന്നം ഭിന്നം. കാർത്തിക കഴിഞ്ഞാൽ കുട വേണ്ട. കാർത്തിക വിളക്കു കണ്ടാൽ മഴ കിഴക്ക്. കാലത്തു വന്ന മഴയും അന്തിക്കു വന്ന വിരുന്നും. കാലവർഷം കണ്ട് ഓടിയോനും തുലാവർഷം കണ്ട് നിന്നോനും വെറുതെ. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. മാക്രി കരഞ്ഞാൽ മഴ പെയ്യുമോ? ചിങ്ങമഴ ചിണുങ്ങി ചിണുങ്ങി. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. മഴ നിന്നാലും മരം പെയ്യും. ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ കുടയില്ലാതെ നടക്കാൻ മേല. മഴയുമില്ല വിളയുമില്ല. മഴ നനയാതെ പുഴയിൽ ചാടി. മഴ പെയ്താൽ പുഴയറിയും. തിരുവാതിരയിൽ 100 മഴയും 100 വെയിലും. ഈ ചൊല്ലുകളൊക്കെ മക്കൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. മഴ തോർന്നാലും മരം പെയ്യും. അതൊരു ചൊല്ലാണ്, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലേ. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ മക്കളെ ഇങ്ങനെ പറയുന്നത്? മഴ പെയ്തു കഴിയുമ്പോൾ, മഴ പെയ്യുന്ന സമയത്ത് മരങ്ങളിലെല്ലാം വെള്ളം നിൽക്കും. മഴവെള്ളം നിന്നിട്ടുണ്ടായിരിക്കും അല്ലെ. മരങ്ങളുടെ ഇലകളിലെല്ലാം മഴവെള്ളം ഉണ്ടാവും. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാലും എന്താവും? നമ്മൾ ഈ മരം പിടിച്ചു കുലുക്കിയാല് മരത്തിൽ നിന്ന് മഴ പെയ്യുന്നത് പോലെ വെള്ളം താഴേക്ക് എത്തുന്നത് കണ്ടിട്ടില്ലേ മക്കളെ? ഉണ്ടല്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത്. മഴത്തുള്ളി കഥ പറയുമ്പോൾ. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നു. കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ഠേ ഠേ ഠോ ഠോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റാഞ്ഞു വീശി. തണുപ്പ് കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങളുടെ അടേക്കെത്തി. ഒഴുകി ചാലുകളായി. തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. അപ്പൊ മഴ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണല്ലേ കഥ പറഞ്ഞിട്ടുള്ളത്. കടലിലെ വെള്ളം
നീരാവി ചൂടായി നീരാവിയായി മുകളിലേക്ക് പോകുന്നു. മേഘങ്ങളിൽ ചെന്ന് അവ മഴയായി പെയ്യുന്നു. വീണ്ടും ഈ മഴ ചാലുകളിലും തോടുകളിലും പുഴകളിലും എല്ലാം ഒഴുകി ഒഴുകി നേരെ വീണ്ടും കടലിലേക്ക് തന്നെ എത്തുന്നു. ഉത്തരം കണ്ടെത്താം. കടലിൽ കളിച്ചത് ആരാണ്? വെള്ളത്തുള്ളികൾ. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത്? അവയ്ക്ക് ചൂടായതുകൊണ്ട്. വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിന്? ഇടിവെട്ടുന്ന ശബ്ദം കേട്ട്. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? വെള്ളത്തുള്ളികൾ മഴയായി താഴേക്ക് വീണു. സംഭാഷണം എഴുതാം. കുട്ടി. ഇവിടെ ഒരു കുട്ടിയും മഴത്തുള്ളിയും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ എഴുതാനുള്ളത്. കുട്ടി: മഴത്തുള്ളി മഴത്തുള്ളി, നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? മഴത്തുള്ളി: ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. കുട്ടി: എന്തായിരിക്കും ചോദിക്കുക അടുത്തത്? മഴത്തുള്ളി, നീ എന്തിനാ പേടിച്ചത്? മഴത്തുള്ളി: ഠേ ഠേ എന്ന ശബ്ദം കേട്ടിട്ട്. പേടിച്ചു വിറച്ച നിനക്ക് പിന്നെ എന്തു പറ്റി എന്ന് കുട്ടി ചോദിക്കുന്നു. അപ്പൊ മഴത്തുള്ളി എന്തായിരിക്കും പറയുക? പിന്നീട് കാറ്റ് വീശി ഞങ്ങൾ തണുത്തപ്പോൾ മഴത്തുള്ളികളായി താഴേക്ക് വീണു. കണ്ടെത്താം എഴുതാം. എന്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ, അതായത് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പുഴ, കുളം, കിണർ, തടാകം, തോട്, കടൽ, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പ്രതികരിക്കാം. പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ മക്കളെ? എന്താ ഈ ചിത്രത്തിലുള്ളത്? നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ മലിനമാക്കുന്ന ഒരു ചിത്രമാണല്ലേ? വേസ്റ്റുകൾ, മാലിന്യങ്ങളെല്ലാം ഇവിടെ കുന്നുകൂട്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഫാക്ടറി കാണാം. ഈ ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം നമ്മുടെ ഒരു ജലസ്രോതസ്സിലേക്ക്, പുഴയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ടല്ലേ? അപ്പൊ ഇതെല്ലാം നമ്മുടെ ജലസ്രോതസ്സുകളും നമ്മുടെ ചുറ്റുപാടും മലിനമാക്കുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇവിടെ അതിന് താഴെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. എന്താണ്? അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇനി മക്കളെ, നിങ്ങൾ ഇതുപോലെ ഒരു പോസ്റ്റർ എഴുതി കൊടുക്കണം. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം, നാളെയെ രക്ഷിക്കാം. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റർ വാക്യമാണ് കേട്ടോ എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റർ വാക്യം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതൊരു ഉദാഹരണം എഴുതി തന്നതാണ്. നമ്മുടെ നാട്. നമുക്കിവിടെ ഒരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം, നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരി നീലപ്പച്ച, തളിരിലകൾ ഇളം പച്ച, പല പച്ചകൾ ചേർത്ത് വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. ഇതിന് നല്ലൊരു ഈണം കണ്ടെത്തി നിങ്ങൾ ഒന്നിച്ചു പാടി നോക്കണേ. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് ചോദ്യം? കേരളത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയുണ്ട് മക്കളെ? മലകളുള്ള നാട്, പുഴയൊഴുകുന്ന നാട്, കടലുകളുടെ നാട്, തെങ്ങോലകളുടെ നാട്, പനയോലകളുടെ നാട്, നെൽവയലുകളുടെ നാട്, ഇതെല്ലാം ആണെന്ത്? കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ മക്കളെ, ഈ കവിത നല്ല ഈണത്തിൽ ചൊല്ലി നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മഴയോ മഴ എന്നുള്ള ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്